നമസ്തേ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ഒരു വ്യക്തിയുടെ ആന്തരിക ശക്തിയെ സമുചിതമായ രീതിയിൽ വികസിപ്പിക്കാനോ മെച്ചപ്പെടുത്താനോ ഉള്ള പരിശീലനമാണ് യോഗ. സമ്പൂർണ്ണ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി കൂടിയാണിത്. യോഗ എന്ന സംസ്കൃത വാക്കിന് ചേർച്ച എന്നാണ് അർത്ഥം. അതിനാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ചേർച്ച എന്ന് യോഗയെ നിർവചിക്കാം. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചാഞ്ചല്യങ്ങളുടെ നിയന്ത്രണവും യോഗയിലൂടെ സാധ്യമാകുന്നു. യോഗാ ദിനത്തിൽ അന്താരാഷ്ട്ര നിബന്ധനകൾക്കനുസൃതമായി ചെയ്യാവുന്ന ചില പ്രധാന യോഗാഭ്യാസ മുറകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഏതെങ്കിലും സുഖാസനത്തിലോ ഇരിക്കുക. കൈകൾ കൂപ്പി പ്രാർത്ഥനാസ്ഥിതിയിലിരിക്കുക. ഓം സംഗച്ഛത്വം സംവദത്വം. ഓം സംഗച്ഛത്വം സംവദത്വം. സംഭോ മനാംസി ജാനതാം. സംഭോ മനാംസി ജാനതാം. ദേവാഭാഗം യഥാ പൂർവേ. ദേവാഭാഗം യഥാ പൂർവേ. സഞ്ജാനാനാ ഉപാസതേ. സഞ്ജാനാനാ ഉപാസതേ. സഞ്ജാനാനാ ഉപാസതേ. സഞ്ജാനാനാ ഉപാസതേ. സഞ്ജാനാനാ ഉപാസതേ. സഞ്ജാനാനാ ഉപാസതേ. കൈകൾ പിന്നിൽ ബന്ധിച്ച് എത്തിക്കൊണ്ട് ഭൂമാതാവിനെ നമസ്കരിച്ച് തുടർന്ന് കൈകൾ മസാജ് ചെയ്ത് കണ്ണുകളിലും മുഖപേശികളിൽ കൂടെ പകർന്ന് നേരെയിരിക്കുക. കഴുത്തിനുള്ള വ്യായാമങ്ങൾ. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ അരക്കെട്ടിൽ. കഴുത്തിനുള്ള ചലനങ്ങളാണ്. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിൽ മുട്ടിക്കും. ശ്വാസം എടുത്തുകൊണ്ട് താടി മുകളിലേക്ക് ഉയർത്തും. ഏകം ദ്വേ ഏകം ദ്വേ ഏകം ദ്വേ. നേരെ നിൽക്കുക. കഴുത്തിനുള്ള രണ്ടാമത്തെ വ്യായാമമാണ്. ശ്വാസം വിട്ടുകൊണ്ട് ചെവി വലതു തോളിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ചെവി ഇടതു തോളിൽ മുട്ടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. ഏകം ദ്വേ ത്രീണി ചത്വാരി. ഏകം ദ്വേ ത്രീണി ചത്വാരി. ഏകം ദ്വേ ത്രീണി ചത്വാരി. നേരെ നിൽക്കുക. അടുത്തത് തല വശങ്ങളിലേക്ക് തിരിക്കുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് തല സാവകാശം വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്ക് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ഏകം ദ്വേ ത്രീണി ചത്വാരി. ഏകം ദ്വേ ത്രീണി ചത്വാരി. ഇനി കഴുത്തിന്റെ വൃത്തചലനമാണ്. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിൽ മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തുകൂടി സാവകാശം തല മുകളിൽ കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം ഇടതുവശത്തുകൂടി താഴേക്ക് കൊണ്ടുവരിക. വിപരീത സ്ഥിതിയിലും ചെയ്യുക. ഏകം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ദ്വേ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്.
വീണ്ടും വലതുവശത്ത് കൂടെ ഏകം ദ്വേ ഇടതുവശത്ത് കൂടെ ഏകം ദ്വേ വീണ്ടും വലതുവശത്ത് കൂടെ ഏകം ദ്വേ ഇടതുവശത്ത് കൂടെ ഏകം ദ്വേ. തോളുകൾക്ക് വേണ്ടിയുള്ള വ്യായാമം ഗ്രീവശക്തി വികാസ്. ഒരടി അകലത്തിലേക്ക് കാലുകൾ അകത്തി വയ്ക്കുക. ദീർഘശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ഏകം കൈപ്പത്തികൾ നന്നായി വലിച്ചു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാവകാശം താഴേക്ക് കൊണ്ടുവരിക. ദ്വേ ഏകം ദ്വേ ഏകം ദ്വേ. തോളുകളുടെ വൃത്തചലനം. കൈമുട്ടുകൾ മടക്കി വിരലുകൾ തോളുകളിൽ കൊണ്ടുവയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലൂടെ കറക്കുക. ഏകം ഏകം ത്രീണി. അടുത്തത് വിപരീത സ്ഥിതിയിൽ. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലൂടെ മുന്നിലേക്ക് കറക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കടിശക്തി വികാസ് അരക്കെട്ടിന് വേണ്ടിയുള്ളതാണ്. കാലുകൾ 2 അടി അകലത്തിൽ വയ്ക്കുക. കൈകൾ അഭിമുഖമായി തോളിന് സമാന്തരം കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തിരിയും. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് തിരിയും. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. ഏകം ദ്വേ ഏകം ദ്വേ ഏകം ദ്വേ ഏകം ദ്വേ ഏകം ദ്വേ ഏകം. അടുത്തത് കാൽമുട്ടിന്റെ ചലനം ജംഗശക്തി വികാസ്. കാലുകൾ തോളുകളുടെ അകലത്തിലേക്ക് അകറ്റിവെക്കുക. കാൽപാദങ്ങൾ നേരെയായിരിക്കണം. കൈകൾ ഷോൾഡറിന്റെ ലെവലിൽ ഉയർത്തിവെക്കുക. കൈപ്പത്തികൾ ഭൂമിക്ക് അഭിമുഖമായിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ഇരിക്കുക. തുട ഭൂമിക്ക് സമാന്തരമാകുന്നതുവരെ ശ്വാസം എടുത്തുകൊണ്ട് എഴുന്നേൽക്കുക. ഏകം ദ്വേ ഏകം ദ്വേ. യോഗാസനങ്ങൾ. ഒന്നാമത് താടാസനം. സമസ്ഥിതി പാദങ്ങൾ ചേർത്ത് വെച്ച് ഉപ്പൂറ്റി 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ ഉയർത്തുക. കൈകൾ നന്നായി വലിച്ചു പിടിക്കുക. കൈപ്പത്തികൾ ഉള്ളിലേക്ക് തിരിക്കുക. ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ ചേർത്ത് വിരലുകൾ കോർത്ത് കൈപ്പത്തികൾ മുകളിലേക്ക് തിരിച്ചു പിടിക്കുക. നന്നായി ശരീരം വലിക്കുക. സാധാരണ രീതിയിൽ ശ്വസനം ചെയ്യുക. കാൽമുട്ടുകൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക. തുടമസിലുകൾ മുകളിലേക്ക് വലിക്കുക. നിതംബം ഉള്ളിലേക്ക് സങ്കോചിപ്പിക്കുക. ഉദരഭാഗം ഉള്ളിലേക്ക് സങ്കോചിപ്പിക്കുക. നന്നായി ശരീരം മുകളിലേക്ക് വലിക്കുക. സാധാരണഗതിയിൽ ശ്വസനം ചെയ്യുക.
സാവധാനം തിരിച്ചു വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം കൈകൾ തുടയോട് ചേർത്ത് വയ്ക്കുക. അടുത്തത് വൃക്ഷാസനം. കാലുകൾ സമസ്ഥിതിയിൽ. വലത് കാലിന്റെ പത്തി ഉയർത്തി ഇടത് തുടയുടെ ഉൾഭാഗത്ത് വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും തോളിന് സമാന്തരമായി ഉയർത്തുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ തിരിച്ച് മുകളിലേക്ക് ഉയർത്തുക. ശരീരം നന്നായി വലിച്ചു പിടിക്കുക. ശ്വസനം സാധാരണ രീതിയിൽ. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാവകാശം തിരികെ കൊണ്ടുവരിക. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കാല് താഴേക്ക് വയ്ക്കുക. വിശ്രമിക്കുക. അടുത്ത പാദം ചെയ്യുക. ഇടത് കാൽപ്പത്തി വലത് കാലിന്റെ തുടയുടെ ഉൾഭാഗത്തേക്ക് വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശരീരം നന്നായി വലിച്ചു പിടിക്കുക. 10 മുതൽ 20 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം തിരികെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാവകാശം താഴേക്ക് ചേർക്കുക. പാദം താഴേക്ക് വയ്ക്കുക. പാദഹസ്താസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ഉപ്പൂറ്റി അല്പം അകത്തി വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും സാവകാശം മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. നന്നായി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താടി മുന്നിലേക്ക് വലിച്ചു പിടിക്കുക. നോട്ടം നേരെയാക്കി ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക. കൈകൾ തറയിൽ തൊടുകയോ കണങ്കാലിൽ പിടിക്കുകയോ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് താടി മുട്ടിലേക്ക് അടുപ്പിക്കുക. ഉദരം തുടയിലേക്ക് ചേർക്കാൻ ശ്രമിക്കുക. സാധാരണ രീതിയിലുള്ള ശ്വസനം. ശ്വാസം വിട്ട് നേരെ നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നിവർന്നു വരിക. കൈകൾ മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. അർദ്ധചക്രാസനം. സമസ്ഥിതി. കാലുകൾ ചേർത്ത് വെച്ച് ഉപ്പൂറ്റി അല്പം അകത്തി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരു കൈകളും ഉപയോഗിച്ച് അരക്കെട്ടിൽ പിടിക്കുക. തള്ളവിരൽ പിന്നിലും മറ്റു വിരലുകൾ മുന്നിലുമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. കൈമുട്ടുകൾ ഉള്ളിലേക്ക് ഒതുക്കി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിന് മുകൾ ഭാഗം പുറകിലേക്ക് വളയ്ക്കുക. നെഞ്ച് ഉയർത്തിപ്പിടിക്കുക. സാധാരണ രീതിയിലുള്ള ശ്വസനം ചെയ്യുക. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നെഞ്ച് ഉയർത്തിപ്പിടിക്കുക. 10 മുതൽ 20 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരുക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തുടയോട് ചേർക്കുക. അടുത്തത് ത്രികോണാസനം. കാലുകൾ സമസ്ഥിതിയിൽ. വയറിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളവർ ഇത് ചെയ്യരുത്. ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ 1 മുതൽ 1.5 മീറ്റർ വരെ അകലത്തിൽ വയ്ക്കുക. കൈകൾ തോളിന് സമാന്തരം. അടുത്ത സ്ഥിതിയിൽ വലത് കാൽപാദം വലതുവശത്തേക്ക് തിരിക്കുക. നോട്ടം വലതു കൈയുടെ ഭാഗത്തേക്കായിരിക്കും. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചരിഞ്ഞ് വലത് കൈ ഉപയോഗിച്ച് വലത് കാൽപാദത്തിൽ തൊടുക.
ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈപ്പത്തിയിലേക്ക് നോക്കുക. ഇടത് കൈ നന്നായി മുകളിലേക്ക് വലിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം തിരികെ വരിക. വലതുവശത്തേക്ക് നോക്കുക. അവിടെ തന്നെ നോക്കി നിവർന്നു വരിക. കാൽപാദങ്ങൾ നേരെയാക്കുക. ഇരുന്നു കൊണ്ടുള്ള യോഗാസനങ്ങൾ. കാലുകൾ മുന്നിലേക്ക് നീട്ടി കൈകൾ വശങ്ങളിൽ വെച്ച് നട്ടെല്ല് നിവർത്തി താടി ഉയർത്തി നിവർന്നിരിക്കുക. ഭദ്രാസനം അഥവാ ബദ്ധകോണാസനം. രണ്ട് കാൽപ്പത്തികളും ചേർത്ത് അടുപ്പിച്ചു വയ്ക്കുക. കൈകോർത്ത് കാൽപാദങ്ങളിൽ പിടിക്കുക. ഇരു കാൽമുട്ടുകളും നിലത്ത് പതിയുന്ന രീതിയിൽ നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർത്തി താടി ഉയർത്തി നിവർന്നിരിക്കുക. സാധാരണ രീതിയിലുള്ള ശ്വസനം. മൂത്രാശയ രോഗങ്ങൾ, ഹെർണിയ, അർശസ് എന്നിവ പരിഹരിക്കുവാൻ ഉത്തമമാണ് ഈ ആസനം. സാവധാനം തിരികെ വന്ന് കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാം. വജ്രാസനം. സമതല സ്ഥിതി. വലതുകാൽ മടക്കി ഉപ്പൂറ്റി വലത് നിതംബത്തിനടിയിൽ വയ്ക്കുക. ഇടതുകാൽ മടക്കി ഉപ്പൂറ്റി ഇടത് നിതംബത്തിനടിയിൽ വയ്ക്കുക. രണ്ട് ഉപ്പൂറ്റികളുടെയും ഉള്ളിലായി ഇരിക്കുക. രണ്ട് കൈകളും കാൽമുട്ടിൽ വെച്ച് നട്ടെല്ല് നിവർത്തി താടി ഉയർത്തി നേരെ ഇരിക്കുക. ശ്വസനം സാധാരണ രീതിയിലാകണം. ദഹനപ്രക്രിയ എളുപ്പത്തിലാക്കുന്ന ഈ ആസനത്തിലൂടെ ഇരു കണങ്കാലുകളുടെയും മസിലുകൾ ശക്തമാവുകയും ആണിരോഗം ഭേദമാവുകയും ചെയ്യും. തിരിച്ചുവരാം. ഇടതുകാല് മുന്നിലേക്ക് നീട്ടുക. വലതുകാല് മുന്നിലേക്ക് കൊണ്ടുവരിക. വിശ്രമിക്കാം. അർദ്ധ ഉഷ്ട്രാസനം. ഹെർണിയ, ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങളുള്ളവർ ഈ ആസനം ചെയ്യരുത്. നിവർന്ന് നേരെയിരിക്കുക. വജ്രാസനത്തിലെ പോലെ കാലുകൾ കൊണ്ടുവരിക. വലതുകാല്, ഇടതുകാല് ഉപ്പൂറ്റിയുടെ മുകളിൽ ഇരിക്കുക. കാൽമുട്ടിൽ നിവർന്നു നിൽക്കുക. രണ്ട് കൈകളും അരക്കെട്ടിൽ വയ്ക്കുക. അർദ്ധചക്രാസനത്തിലെ പോലെ. കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളയുക. അരക്കെട്ടുകൾ നേരെയായിരിക്കണം. ശ്വസനം സാധാരണഗതിയിലും. ഈ ആസനം ചെയ്യുന്നതിലൂടെ പുറംഭാഗവും കഴുത്തിലെ പേശികളും ദൃഢമാകുന്നു. നടുവേദനയും മലബന്ധവും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. തിരിച്ചു വരിക. ശ്വാസമെടുത്ത് നേരെ വരിക. കൈകൾ മാറ്റി സാവധാനം ഉപ്പൂറ്റിയിൽ ഇരിക്കുക. ഇടതുകാൽ മുന്നിലോട്ട് കയറ്റി വയ്ക്കുക. വലതുകാലും മുന്നിലേക്ക് വെച്ച് വിശ്രമിക്കുക. അടുത്തത് ഉഷ്ട്രാസനം. ഹെർണിയ, ഹൃദ്രോഗം എന്നിവയുള്ളവർ ചെയ്യരുത്. വജ്രാസനത്തിലെ പോലെ കാലുകൾ കൊണ്ടുവരിക. ശ്വാസമെടുത്ത് വലതുകാൽ മടക്കി പിന്നിലേക്ക് വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ഇടതുകാൽ മടക്കി പിന്നിലേക്ക് വയ്ക്കുക. കാൽമുട്ടിൽ നിവർന്നു നിൽക്കുക. ശ്വാസമെടുത്തുകൊണ്ട് വലത് കൈ വലത് ഉപ്പൂറ്റിയിൽ പിടിക്കുക. ഇടത് കൈ ഇടത് ഉപ്പൂറ്റിയിൽ പിടിക്കുക. അരക്കെട്ട് നേരെയാക്കി പിന്നിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുക.
നെഞ്ച് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കണം. ഉഷ്ട്രമെന്നാൽ ഒട്ടകമെന്നാണ്. സാധാരണഗതിയിലുള്ള ശ്വസനം ചെയ്യുക. വയറിലെ എല്ലാ അവയവങ്ങൾക്കും ഗുണം കിട്ടുന്നതാണ് ഈ ആസനം. ഈ ആസനത്തിലൂടെ തുടകൾ ശക്തിപ്പെടുകയും പുറത്തെയും കഴുത്തിലെയും പേശികൾ ബലപ്പെടുകയും ചെയ്യുന്നു. സാവധാനം തിരികെ വരിക. ഇടത് കൈ മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് വലതു കൈ കൊണ്ടുവരിക. നേരെ വരിക. ഉപ്പൂറ്റിയിലേക്ക് ഇരിക്കുക. ഇടതുകാൽ മുന്നോട്ട് നീട്ടിവെക്കുക. വലതുകാലം മുന്നോട്ട് നീട്ടിവെക്കുക. വിശ്രമിക്കുക. ശശാങ്കാസനം. കാലുകൾ നീട്ടിയിരിക്കുക. വജ്രാസനത്തിലെ പോലെ കാലുകൾ പിന്നിലേക്ക് മടക്കി വയ്ക്കുക. വലത്, ഇടത് കാല്. ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താടി മുന്നിലേക്ക് ഭൂമിയിൽ പതിപ്പിക്കുക. ഈ ആസനം ചെയ്യുന്നതിലൂടെ മാനസിക സംഘർഷവും ഉത്കണ്ഠയും കുറയുന്നു. മലബന്ധം മാറ്റുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. മുൻകോപം മാറ്റുകയും പുറംവേദന ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തിരികെ വരിക. ഇടതുകാൽ നീട്ടിവെക്കുക. വലതുകാലും നീട്ടിവെക്കുക. വിശ്രമിക്കുക. ഉത്താന മണ്ഡൂകാസനം. വജ്രാസനത്തിലേതുപോലെ കാലുകൾ മടക്കിയിരിക്കുക. വലതുകാൽ മടക്കുക. ഇടതുകാൽ മടക്കുക. കാൽമുട്ടുകൾ അല്പം വിടർത്തുക. വലതു കൈ ശ്വാസം എടുത്തുകൊണ്ടുയർത്തി ഇടത് തോളിന് പിന്നിൽ വയ്ക്കുക. ഇടത് കൈ വലത് തോളിന് പിന്നിൽ വയ്ക്കുക. കൈമുട്ടുകൾ നന്നായി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. താടി ഉയർത്തി നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ഉത്താന മണ്ഡൂകാസനം ചെയ്യുന്നതിലൂടെ പുറംവേദനയും കഴുത്തുവേദനയും ഭേദമാകും. സ്പോണ്ടിലോസിസിന് ശമനമുണ്ടാകും. ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും. സാവധാനം തിരിച്ചു വരിക. ഇടതുകാൽ മുന്നോട്ട് നീട്ടിവെക്കുക. വലതുകാലും മുന്നിലോട്ട് നീട്ടിവെക്കുക. വിശ്രമിക്കുക. വക്രാസനം അഥവാ മരീച്യാസനം. വയറിൽ ശസ്ത്രക്രിയ നടത്തിയവരും നാഡീസംബന്ധമായ അസുഖമുള്ളവരും ചെയ്യരുത്. വലതുകാൽ മുട്ട് മടക്കി ഇടതുമുട്ടിന് നേരെ കൊണ്ടുവയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലതു കൈ പിന്നിൽ നട്ടെല്ലിന് ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് നന്നായി പുറകോട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇടത് കൈ വലത് കാലിന്റെ വലത് ഭാഗത്ത് ഉയർത്തിവെക്കുകയോ അല്ലെങ്കിൽ കണങ്കാലിൽ പിടിക്കുകയോ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് നട്ടെല്ലിന്റെ ഭാഗത്തേക്ക് നോക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. സാധാരണ രീതിയിലുള്ള ശ്വസനം. ഈ ആസനം ചെയ്യുന്നതിലൂടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിതമാകും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും പരിഹാരമാകും. സാവധാനം തിരികെ വരിക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ മാറ്റുക. വലത് കൈ മുന്നോട്ട് കൊണ്ടുവരിക. കാൽ നീട്ടിയിരിക്കുക. വിശ്രമിക്കുക. ഇനി കമിഴ്ന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളാണ്. കമിഴ്ന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളിലെ വിശ്രമസ്ഥിതി മകരാസനമാണ്.
കമിഴ്ന്നു കിടന്ന് വിരലുകൾ അകറ്റിപ്പിടിച്ച് ഉപ്പൂറ്റി അകത്തേക്ക് തിരിച്ച് പാദങ്ങൾ അകറ്റി തറയിൽ പതിപ്പിച്ച് വയ്ക്കുക. വലത് കൈ മടക്കി കൈപ്പത്തി ഇടത് തോളിൽ വയ്ക്കുക. ഇടത് കൈ മടക്കി കൈപ്പത്തി വലത് തോളിൽ വയ്ക്കുക. ഈ സ്ഥിതിയിൽ വിശ്രമിക്കുക. ഭുജംഗാസനം. അബ്ഡമിനൽ സർജറി ചെയ്തവരും ഹെർണിയ, അൾസർ എന്നീ രോഗങ്ങളുള്ളവരും ഈ ആസനം ചെയ്യരുത്. കമിഴ്ന്ന് കിടന്നുകൊണ്ട് കാലുകൾ രണ്ടും പുറകോട്ട് വലിച്ചു പിടിക്കുക. കാൽമുട്ടുകൾ ബലപ്പെടുത്തി കാൽപ്പത്തികൾ ആകാശത്തിന് അഭിമുഖമായി വയ്ക്കുക. കൈപ്പത്തികൾ ശരീരത്തിന്റെ പാർശ്വഭാഗത്ത് വയ്ക്കുക. ശ്വാസമെടുത്ത് കൈപ്പത്തികൾ തറയിലമർത്തി ശരീരത്തെ ഉയർത്തുക. അരക്കെട്ട് നിലത്ത് തൊട്ടിരിക്കണം. മലദ്വാരം സങ്കോചിപ്പിക്കുക. ശ്വസനം സാധാരണഗതിയിൽ. 10 മുതൽ 20 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാം. നട്ടെല്ലിന് അസുഖമുള്ളവർക്കിത് വിശേഷപ്പെട്ടതാണ്. നട്ടെല്ല് സ്ഥാനം തെറ്റിയതാണെങ്കിൽ ഇത് ശരിയാക്കുകയും ചെയ്യുന്നു. കഫക്കെട്ട്, ആസ്മ എന്നിവയ്ക്കും ഫലപ്രദമാണ്. ശേഷം മകരാസനത്തിൽ വിശ്രമിക്കുക. ശലഭാസനം. ഹൈ ബ്ലഡ് പ്രഷറും ഹെർണിയയും അൾസറുമുള്ളവർ ഈ ആസനം ചെയ്യരുത്. കമിഴ്ന്നു കിടന്നുള്ള സ്ഥിതി. തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കി മുഷ്ടി ചുരുട്ടി കൈകൾ തുടയുടെ അടിയിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു നിർത്തുക. കാൽമുട്ടുകൾ മടക്കാതെ 2 കാലുകളും ഒരുമിച്ചുയർത്തുക. അരക്കെട്ടിന്റെ ഭാഗം വരെ ഉയരണം. ഈ സ്ഥിതിയിൽ അല്പനേരം തുടരുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ സാവധാനം താഴേക്ക് കൊണ്ടുവരിക. മകരാസനത്തിൽ വിശ്രമിക്കുക. മലബന്ധത്തിൽ നിന്നും മുക്തി നൽകുകയും വൃക്കകളുടെ പ്രവർത്തനം പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇടുപ്പിലെയും അരക്കെട്ടിലെയും പേശികളെ ഈ ആസനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സേതുബന്ധനാസനം. ശവാസനത്തിൽ മലർന്നു കിടക്കുക. കൈകൾ തുടയോട് ചേർത്ത് വയ്ക്കുക. കാൽമുട്ടുകൾ മടക്കി 2 കൈകൾ കൊണ്ടും കണങ്കാലിൽ പിടിക്കുക. കാൽമുട്ടുകളും കാൽപാദങ്ങളും ഒരേ രേഖയിലായിരിക്കണം. ശ്വാസമെടുത്തുകൊണ്ട് അരക്കെട്ടും ഉടലും കഴിയുന്നത്ര ഉയർത്തി ഒരു പാലം പോലെയാക്കുക. ഈ സമയം കാൽപാദങ്ങളും തോളുകളും കഴുത്തിന്റെ പിൻഭാഗവും മാത്രമാണ് ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്നത്. ഈ ആസനത്തിലൂടെ വിഷാദം, ഉത്കണ്ഠ എന്നിവ അകലുന്നു. ഉദരപേശികൾക്കും ഉദരാന്തര അവയവങ്ങൾക്കും ഉണർവ് നൽകുന്നു. ദഹനം വർദ്ധിപ്പിക്കുകയും മലബന്ധമില്ലാതാക്കുകയും ചെയ്യുന്നു. സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കെട്ട് താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ നിവർത്തി വയ്ക്കുക. ഇനി ഉത്താനപാദാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ തുടയുടെ വശങ്ങളിൽ ചേർത്ത് വയ്ക്കുക. ശ്വാസമെടുത്ത് ഇരുകാലുകളും 35 ഡിഗ്രി ആംഗിളിൽ ഉയർത്തിവെക്കുക. കാൽമുട്ട് നന്നായി വലിച്ചു പിടിക്കുക. ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. സാവധാനം താഴേക്ക് കൊണ്ടുവരിക. വിശ്രമാവസ്ഥ. അർദ്ധഹലാസനം. ഉത്താനപാദാസനം പോലെ
മലർന്നു കിടക്കുക. കൈകൾ വശങ്ങളിൽ ചേർത്ത് കമിഴ്ത്തി വയ്ക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. അടിവയറിലെ പരുക്കോ ഹെർണിയയോ ഉള്ളവർ ഈ ആസനം ചെയ്യരുത്. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളും ഉയർത്തി 90 ഡിഗ്രിയിൽ കൊണ്ടുവരിക. കാലിന്റെ ഉപ്പൂറ്റി മുകളിലേക്ക് വലിച്ചു പിടിച്ച് കാൽപ്പത്തി നേരെയാക്കി ഈ സ്ഥിതിയിൽ തുടരുക. ശ്വസനം സാധാരണ രീതിയിൽ. ഈ ആസനം ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഉത്തമമാണ്. കൂടാതെ അരക്കെട്ടിലെ വേദന ഇല്ലാതാക്കുകയും ചെയ്യും. സാവധാനം കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. വിശ്രമം. പവനമുക്താസനം. മലർന്നു കിടന്ന് കൈകൾ ഇരുവശങ്ങളിലും ചേർത്ത് വയ്ക്കുക. ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് 2 കാലുകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കോർത്തുപിടിച്ച് തുടകൾ നെഞ്ചോട് ചേർക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താടി മുട്ടിൽ മുട്ടിക്കുക. ഈ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം മലബന്ധമില്ലാതാക്കുന്നു, ദഹനപ്രക്രിയ ശക്തമാക്കുകയും കെട്ടിക്കിടക്കുന്ന വായുവിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇടുപ്പിലെ നാഡീഞരമ്പുകൾക്കും നട്ടെല്ലിനും പുറം പേശികൾക്കും ബലം ലഭിക്കുകയും ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ നിവർത്തി വിശ്രമിക്കുക. ശവാസനം. മലർന്ന് നിശ്ചലമായി കിടന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വിശ്രമം കിട്ടുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ശവാസനം. കൈകാലുകൾ ശരീരത്തിന്റെ വശങ്ങളിലായി അകത്തി വയ്ക്കുക. കൈകൾ മലർത്തി അയച്ച് തുടയുടെ വശങ്ങളിലായി വയ്ക്കുക. പാദം മുതൽ ശിരസ് വരെ ശരീരത്തെ പൂർണ്ണമായും അയച്ചിടുക. ശരീരത്തിന് പൂർണ്ണ വിശ്രമം നൽകുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മുറുക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗം അയച്ച് പൂർണ്ണ വിശ്രമം നൽകുക. കണ്ണുകളടച്ച് ശരീരത്തിന്റെ അയവിനെ നിരീക്ഷിക്കുക. പാദം മുതൽ ശിരസ് വരെ ഓരോ ഭാഗവും ക്രമമായി അയഞ്ഞു വരുന്നത് നിരീക്ഷിക്കുക. ശവാസനത്തിലൂടെ ശരീരത്തിന് പൂർണ്ണ വിശ്രമം ലഭിക്കുകയും ക്ഷീണം അകലുകയും ചെയ്യുന്നു. പ്രാണായാമം. നാഡിശുദ്ധി പ്രാണായാമം. പത്മാസനത്തിലോ വജ്രാസനത്തിലോ അല്ലെങ്കിൽ ധ്യാനത്തിന് പറ്റിയ ഏതെങ്കിലും സ്ഥിതിയിൽ നിവർന്നിരിക്കുക. ദീർഘമായി ഉച്ഛ്വസിക്കുക. വലത് കൈ നാസികാമുദ്രയിൽ കൊണ്ടുവരിക. ചൂണ്ടുവിരലും നടുവിരലും മടക്കി ബാക്കി വിരലുകൾ നേരെയിരിക്കുന്നതാണ് നാസികാമുദ്ര. വലത് കൈയിലെ തള്ളവിരൽ കൊണ്ട് വലത് നാസാരന്ധ്രം അടച്ചുപിടിക്കുക. ക്രമമായി സാവധാനത്തിൽ ദീർഘമായി കഴിയുന്നിടത്തോളം ശ്വാസം ഇടത് മൂക്കിലൂടെ ഉള്ളിലേക്കെടുക്കുക. മുഴുവൻ സമയം വായുവിന്റെ സഞ്ചാരം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യണം. ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തരുത്. വലത് മൂക്കിൽ നിന്നും വിരൽ മാറ്റി ഇടത് നാസാദ്വാരം അടച്ചുകൊണ്ട്
വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് നാസാരന്ധ്രത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. വലത് നാസാദ്വാരം അടച്ചുകൊണ്ട് ഇടതിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നാഡീശുദ്ധിക്ക് വേണ്ടിയുള്ള ഈ വ്യായാമം 3, 5, 9 തവണ ആവർത്തിക്കാവുന്നതാണ്. കപാലഭാതി തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കും. നട്ടെല്ല് നിവർന്ന് സുഖമായി വജ്രാസനത്തിലോ പദ്മാസനത്തിലോ ഇരിക്കുക. ഉദരപേശികൾക്ക് അയവ് നൽകി അനായാസമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. 1 മിനിറ്റിൽ 60 മുതൽ 120 പ്രാവശ്യം വരെ ആകാവുന്നത്ര വേഗത്തിൽ ഉച്ഛ്വസിക്കുക. സാവധാനം വിശ്രമിക്കുക. ഇതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ശാന്തത, അഗാധ നിശബ്ദത എന്നിവ ആസ്വദിക്കുക. ഇത് തലച്ചോറിലെ കോശങ്ങളെ പോഷിപ്പിക്കുകയും ശ്വാസനാളങ്ങളെ ശുദ്ധീകരിക്കുകയും ഉദരപേശികളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ശീതളി പ്രാണായാമം. ഇത് ചെയ്യുന്നതിലൂടെ ശരീരത്തിനും ആന്തരിക അവയവങ്ങൾക്കും തണുപ്പ് ലഭിക്കും. നാക്ക് കുഴൽ പോലെയാക്കി മുന്നിലേക്ക് വെച്ച് അതിൽ കൂടി ശ്വാസം ഉള്ളിലേക്കെടുത്ത് ചുണ്ടുകൾ ചേർത്ത് സാവധാനം ശ്വാസം മൂക്കിൽ കൂടി പുറത്തേക്ക് വിടുന്നതാണ് ശീതളി പ്രാണായാമം. ഭ്രാമരി പ്രാണായാമം. ഭ്രമരം എന്നാൽ വണ്ടാണ്, വണ്ട് മൂളുന്നത് പോലെ. കൈകൾ ഷൺമുഖി മുദ്രയിൽ വയ്ക്കുക. പെരുവിരലുകൾ ചെവിയുടെ ഭാഗത്ത് വെച്ച് മറ്റു വിരലുകൾ മുഖത്ത് വയ്ക്കുകയും കണ്ണുകളടച്ച് നിവർന്നിരിക്കുകയും ചെയ്യുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നാക്ക് അണ്ണാക്കിൽ മുട്ടിച്ച് നേരിയ ശബ്ദത്തിൽ വണ്ട് മൂളുന്നത് പോലെ മൂളുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുക. വണ്ട് മൂളുന്നത് പോലെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുക. മൂക്കിലോ ചെവിയിലോ പഴുപ്പുള്ളവർ ഈ പ്രാണായാമം ചെയ്യരുത്. സാവകാശം തിരികെ വരിക. ധ്യാനം. തുടർച്ചയായി ഒന്നിൽ തന്നെ മുഴുകുന്നതാണ് ധ്യാനം. ധ്യാനത്തിന് പറ്റിയ ഏതെങ്കിലും ആസനത്തിൽ ഇരിക്കുക.
നട്ടെല്ല് നിവർത്തിയിരിക്കുക. പെരുവിരലും ചൂണ്ടുവിരലും തമ്മിൽ ചേർത്ത് ഒരു വൃത്തം പോലെയാക്കുക. ചിന്മുദ്രയാണത്. ചിന്മുദ്രയിലിരിക്കുക. മറ്റു വിരലുകൾ നിവർത്തി വിശ്രമാവസ്ഥയിൽ വയ്ക്കുക. കൈകളും ചുമലുകളും അയഞ്ഞ് സ്വസ്ഥാവസ്ഥയിൽ. കണ്ണടച്ച് മുഖമൽപ്പം മുകളിലോട്ട് തിരിച്ച്. മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിക്കരുത്. പുരികങ്ങളുടെ മധ്യത്തിൽ അയഞ്ഞ തരത്തിലുള്ള ഏകാഗ്രത. ശ്വാസത്തെ ശ്രദ്ധിക്കുക. പല ചിന്തകൾ ഒഴിവാക്കി ഒരു പുണ്യചിന്തയിൽ മനസ്സുറപ്പിക്കുക. ധ്യാനിക്കുക. യോഗാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ധ്യാനം. അഹം, കോപം, നിരാശ, ആശങ്ക എന്നീ വിപരീത വിചാരങ്ങൾ കളഞ്ഞ് മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ ധ്യാനം സഹായിക്കുന്നു. ധ്യാനത്തിലൂടെ ഏകാഗ്രത, ഓർമ്മശക്തി, ചിന്താവ്യക്തത, കാഴ്ചശക്തി എന്നിവ വർദ്ധിക്കുന്നു. ധ്യാനം ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. സാവധാനം തിരിച്ചു വരിക. ക്രമമല്ലാത്ത ജീവിത രീതിയും തെറ്റായ ഭക്ഷണക്രമവും മാനസിക സംഘർഷങ്ങളും ജീവിതശൈലീ രോഗങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു. ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് ഉത്തമമായ മാർഗങ്ങളിൽ ഒന്നാണ് യോഗ. യോഗ പരിശീലനം ശാരീരിക മാനസിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിനും ഇടയാക്കുന്നു. യോഗ ദിവസവും ചുരുങ്ങിയത് 40 മിനിറ്റെങ്കിലും പരിശീലിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമസ്തേ.